ഹലോ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ സാധനം? ചോറ് കുക്കറില് ബാക്കി ഉണ്ടായ ചോറ് അല്ലേ? ഹലോ ഹലോ ഹലോ, വാവ് ജീഷു, ഈ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ച് ഫുള്ളെല്ലാം അടിപൊളി. നീ പാപ്പ വരുന്നില്ലേ? എന്നാ പിന്നെ ഓക്കെ. ഹലോ മാസ്റ്റർ ജീഷു, എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യാൻ നോക്കുമ്പോ ആയ സാധനം മുഴുവൻ പോയി കിട്ടി. ഇങ്ങനെ പോയി കിട്ടി. അപ്പൊ അല്ലേ ലഞ്ച് വേണ്ടേ? എന്താ വേണ്ട? എന്താ ആക്കണ്ടേ? ആരെ സ്പെഷ്യൽ ഷെഫ്? പറ്റൂല മോനെ. എന്താ വേണ്ട പറ. ബിരിയാണിയാ? അപ്പൊ വാക്കാല. ഇപ്പൊ തന്നെ 2 മണിയാനായി. ഭക്ഷണം ആക്കണ്ടേ? അല്ല, എന്ത് ബിരിയാണി? ചിക്കൻ. ചിക്കനില്ല. ബീഫ്. ബീഫില്ല. ഫിഷ്. എന്ത്? സ്ക്വിഡ് ഉണ്ടോ? സ്ക്വിഡ് ബിരിയാണി ഇതുവരെ ആക്കിയിട്ടുണ്ടോ? ആക്കിയിട്ടില്ല, പക്ഷെ പ്രശ്നമില്ല. ആദ്യം മുടി കെട്ട്, ഭക്ഷണം ആക്കണ്ടേ? എന്റെ മുടി കെട്ടാൻ മുടിയെല്ലാക്കിട്ട് റെഡി ആയിട്ട് വാട്ടാ. ജയിച്ചു എന്താക്കാൻ പോകുന്നു? നമ്മളാക്കാൻ പോകുന്നത് സ്ക്വിഡ് ബിരിയാണി. സ്ക്വിഡ് ബിരിയാണി ആക്കാൻ പോകുന്നത്. അതിന് എന്തെല്ലാം വേണ്ടേ അറിയാം? സ്ക്വിഡ് വേണം, അരി വേണം, മസാല വേണം, പിന്നെ കുക്കർ വേണം. തുടങ്ങാം. സ്ക്വിഡ് ഒരു സ്ക്വിഡ് ഉണ്ടാവില്ല. ഇതെന്താക്കി വെച്ചിനെ? ക്ലീൻ ചെയ്ത് സിപ്പ് ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോ തണുക്ക് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് അത് അലിയാൻ വെച്ചിട്ടുള്ള അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇനി മസാല ആക്കി എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം എന്തിടണം? പൊരിക്കാനല്ലേ? കുറച്ച് മതിയാ? മക്കളറിയില്ല നമുക്ക്. ഉപ്പ് എന്തിനാ ഇടുന്നേ? ഇതെന്താ അറിയാ? മഞ്ഞൾപ്പൊടി. കൈമാറ്റി. ഓക്കെ. പിന്നെ മുളക് പൊടി. മുളക് അതൊരു സ്പൈസി ടേസ്റ്റ്. എന്റെ പോലെ കാശ്മീരി ചില്ലി, അതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല. ഞാൻ ഇത് മിക്സ് ആക്കട്ടെ? മിക്സ് ആക്കാൻ കൂടുന്നോ? മിക്സ് ആക്കൂ. കുറച്ച് ലെമണും കൂടി സ്ക്വീസ് ചെയ്യാം നമുക്ക്. ഇതിപ്പം തന്നെ തിന്നാൻ തോന്നുന്നു. നല്ല മണം. എന്റെ മണം ഇതെന്ത്? ലെമൺ കുറച്ച് ഡ്രൈ ആയി പോയി. അത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാ. സാറല്ല, ഒരു 5 ഇട്ടോ. മിക്സ് ചെയ്താ മിക്സിങ് ലെമൺ അതിന് ശേഷം മിക്സിങ് ആക്കാം. എല്ലാം ഇഷ്ടം മിക്സ് ചെയ്താ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമില്ലേ? ഓക്കെ. അതവിടെ കുറച്ച് സമയം കൈമാറ്റേ. കുറച്ച് സമയം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും തക്കാളി എല്ലാം ഉള്ളി എടുക്കാം. 3 ആൾക്കാരല്ലേ, അപ്പൊ 3ന്റെ ഫാമിലി അല്ലേ. ഇതിന്റെ തൊലിക്കട്ടെ. കരയും, പക്ഷെ ഈ ഉള്ളിന്റെ ആയതുകൊണ്ടായിരിക്കും വെള്ളം വരുന്നേ. ആ കഥയില്ലതുകൊണ്ട്. ഏത് കഥ? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ കുറച്ച് ആസിഡ് പോലത്തെ സാധനങ്ങൾ കണ്ണിലേക്ക് വരുമ്പോ വേറെ കഥയെന്ന് വെച്ചാല് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസിനെയും മുറിക്കുമ്പോ ഉള്ളി മാത്രം കരയും. പക്ഷെ ഉള്ളിനെ മുറിക്കുമ്പോ ആരുമില്ല കരയാൻ. അതാണ് ഈ കഥ. അപ്പൊ നമ്മള് കരയും. ഈ കഥ ആക്കിയവരോട് പറഞ്ഞാൽ അടിപൊളിയാണ് എന്ന്. ഉള്ളി തൊളിക്കട്ടെ. ജിഞ്ചർ വേണ്ടേ? ജിഞ്ചർ. ഞാൻ ഉള്ളി തൊളിക്കുന്നേ. എന്ത് ചെയ്യുന്നേ? ക്യാരറ്റ് തൊളിക്കുന്നു. അതിന്റെ പേര് തിന്നുന്നു. ഇതെന്തിനാ? ഗീ റൈസിന് വേണ്ടിട്ടുള്ളതാ? അപ്പൊ എന്തെല്ലാം റെഡിയാക്കി വെച്ചേ? ഇതെന്താ ചെയ്തത്? ഓണിയൻസ് കട്ട് ചെയ്ത് വെച്ച്, ഗ്രേറ്റ് ചെയ്ത് വെച്ച്. ഇതെന്തെല്ലാം എടുത്ത് വെച്ചിട്ടുള്ള? ടൊമാറ്റോ, ഗാർലിക്, ചില്ലി, എന്റെ പേരെന്തായിരുന്നു? ജിഞ്ചർ. ഇനിയിപ്പോ സ്ക്വിഡ് ബിരിയാണി അല്ലേ? സ്ക്വിഡ് എവിടെ? സ്ക്വിഡ് നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ചേച്ചി. ആണോ? എന്നാ പിന്നെ നമുക്ക് ഇന്ന് തന്നെ ഓനെ ഫ്രൈ ആക്കാം. ഹലോ.
ഈ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ച് ഫുള്ളെല്ലാം അടിപൊളി. നീ നേരത്തെ വലിയ കട്ട് ചെയ്ത് വെച്ചപ്പോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര സൂപ്പർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിട്ട്. എന്ത് ചെറുതായിട്ട് എനിക്ക് കട്ട് വെച്ചിന്. പിന്നെന്തെല്ലാം ഉള്ള ഇതെന്തൊക്കെയാ സാധനങ്ങള്? മുന്തിരി ഉണ്ട്, ഉള്ളി ഉണ്ട്, കാഷ് ഉണ്ട്. ഇതെന്താ ചവച്ചോണ്ടിരിക്കുന്നത്? അല്ല ഇനി എന്തെല്ലാം ഇത് എന്തിനാ ഇങ്ങനെ മുറിച്ച? എന്ത് ഗീ റൈസിലേക്ക് ഇടാൻ? ഗീ റൈസിന് ഇനി എന്താ വേണ്ടത്? കള്ളനിലേക്ക് ഒന്ന് കുറക്ക. അല്ല പറ. ഗീ റൈസിലേക്ക് അപ്പൊ ഗീ റൈസിന് ഇനി എന്താ വേണ്ടു? റൈസ് റൈസ് ഉണ്ടേ? അയ്യോ വീട്ടിക്കല്ലേ റൈസ് ഉണ്ട്. അതിൽ കളിക്കുന്നേ. റൈസ് എത്ര എടുത്തേ അറിയോ? 3 കപ്പ് എടുത്തിട്ടില്ല. വെള്ളം വേണം. 2 ഗ്ലാസ് റൈസ് അരി എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗീ റൈസ് വെക്കാൻ കുക്കറിൽ വെക്കാൻ എത്ര വെള്ളം വേണം എനിക്ക് അറിയാൻ നോക്കട്ടെ. 1.5. 2 ഗ്ലാസ്സിന് 1.5. 2 ഗ്ലാസ്സിനും കൂടി 1.5 മതിയാ? 1 ഗ്ലാസ്സിന് എത്ര വെള്ളം വേണം? 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം വേണം അല്ലെ? അപ്പൊ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. മസാല ഏകദേശം ടേസ്റ്റ് ചെയ്തേക്കടാ. കുറച്ച് നേരത്തെയും കൂടി ടേസ്റ്റ് ചെയ്തല്ല. നമുക്ക് അത് വെന്തിരോ ശരിക്കും ക്രിസ്പിട്ട് വെന്താ? സോറി ശരിയല്ലേ? അല്ല ഫുള്ള് ചൂട് ആവല്ലേ? ആഹാ ഇതിലാണോ ഇടണ്ടേ? 9.9. 9.9 കുറച്ചും കൂടി 110 തന്നെ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. മസാല കറക്റ്റായി. സൂപ്പർ സൂപ്പർ അല്ല സൂപ്പർ. മസാല റെഡി. മണലുണ്ട്. പിന്നെ ഇതെന്തെല്ലാം? ഇത് അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി, ഉള്ളി. ഇതെന്തില്ലായിരുന്നു? മല്ലിയില. പിന്നെ നാരങ്ങ. റൈസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബിരിയാണി ആവാൻ വേണ്ടിട്ടുള്ള സ്പേസ്. ഇനി എന്താ ചെയ്യണ്ടേ ബിരിയാണി ആവാൻ? ഇതെല്ലാം മിക്സ് ആവാ. ദമ്മിടണ്ടേ? ഇതെന്താ സാധനം അറിയാം എനിക്ക്? ഏലക്കയും ഗ്രാമ്പും എല്ലാം. നമ്മൾ ആദ്യം ഫുഡിൽ നിന്ന് ഇട്ട് മാറ്റാം. അല്ലെങ്കിൽ അത് ബിരിയാണി അടിക്കുമ്പോ ചിക്കൻ കടിക്കുന്ന പോലെ ഈ കിട്ടടിക്കുമ്പോ എന്താ സാധനം എക്സ്ട്രാ അടിക്കും. രസമുണ്ടാവില്ലേ? റൈസ് ഒക്കെ റെഡിയാ? ലാസ്റ്റ് കുക്കറിൽ അടിയിൽ ഇരിക്കുന്ന നെയ്ച്ചോറ് തിന്നാൻ വേണ്ടിട്ട് ജെഷിന് ഭയങ്കര ഇഷ്ടല്ലേ? അതും ഇഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തല്ലേ? അല്ല ഇത് കൊറേ അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ടായിട്ടല്ല, അത് മൊത്തം കഴിയാനല്ല. നമുക്ക് മസാല ഇട്ട പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം. അതാ ഞാൻ ചോദിച്ചത് എങ്ങനെ കഴിയാനായി? ഞാൻ എടുക്കുന്ന സമയത്ത് കൊറേ ഉണ്ടായിനല്ല. ഇങ്ങനെ മുന്തിരി നല്ലോണം കുറഞ്ഞു. ഞാൻ 2ാമത് എടുത്തിന്, അതും കൂടി കുറഞ്ഞു. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് റൈസ് ഇടാം കുറച്ച്. ഉമ്മക്ക് അറിയില്ല കേട്ടോ, നമ്മളേതായ രീതിയിൽ. ഇത് ഒറിജിനൽ ബിരിയാണി ഒന്നല്ല, ബിരിയാണി ഒന്നല്ല, നമ്മളെ സ്പെഷ്യൽ ബിരിയാണി അല്ലേ? ഹോം ബിരിയാണി. ഹോം ബിരിയാണിയാ? പാരഡൈസ് ബിരിയാണിയാ? എന്തിനാ പെട്ടെന്ന് പെട്ടെന്ന്? എത്ര സമയം നമ്മൾ എത്ര മണിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി? 1:55 തുടങ്ങി. അപ്പൊ 1 hour കഴിഞ്ഞല്ലേ? നമ്മൾ ഓരോ വീഡിയോയില് 10 minutes കൊണ്ട് ബിരിയാണി എന്നെല്ലാം പറയല്ലേ? നമ്മൾ ഉണ്ടാക്കുമ്പോ അത്രയും ടൈമെല്ലാം ആവും. നമുക്ക് സ്ക്വിഡിന്റെ മസാല ഇടാം. ആദ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ടാൽ മതി, അധികം ഇടണ്ട. കുറച്ച് അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഡിസൈനൊക്കെ നമുക്ക് ഇങ്ങനെ മല്ലിയില അങ്ങനെ കുറച്ച്, നമ്മളെ വീട്ടിലുണ്ടായ മല്ലിയില അല്ലേ? ഒരു മുന്തിരിയും കൂടി ഇടാം. കുറച്ച് ഇങ്ങോട്ടേക്കോ, എടുത്തിരിക്കുന്നാലേ കാണുള്ളൂ. ഒരു മുന്തിരിയും കൂടി വായിലേക്ക് ഇടാം. ഇനി ഇതാ മസാല ഫുള്ളായിട്ട് ഇടട്ടെ. സ്ക്വിഡ് കുറേ എടുത്ത് തിന്നതാരാ അതിനിടയില്? ഇതിലിട്ടതിലിരുന്ന് എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മള് കൈ കൊണ്ട് തൊട്ടാല് അത് വേഗം പൊളിച്ചു പോകും. അങ്ങനെ ചെയ്താലോ? നമുക്ക് കഴിക്കണ്ടല്ലോ, എല്ലാവർക്കും കഴിക്കണ്ടല്ലേ? കഴിഞ്ഞപാട് നമുക്ക് തിന്നാ പറയാം. അപ്പൊ നമ്മള് സ്ക്വിഡ് ആക്കി നമുക്കില്ല മണിനെ സ്ക്വീസ് ചെയ്താലോ? കുറച്ചുകൂടി എന്റെ അടുത്ത് സ്ക്വീസ് ആവൂല അല്ലേ?
നമ്മൾ ഞാൻ ഇതാക്കും. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചാലോ? ഇത് ഏതിന്റെ നെയ്യാ? അളനാട്. ആ, അളനാട്. കുറച്ച് ഇല്ലല്ലേ? അത് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഇട്ടിട്ടില്ല. ഇങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ആയതിനു ശേഷം ഇടുമ്പോ ആയിട്ടില്ല. നാരങ്ങ റൈസിലിട്ടെ. ഇടുന്നുണ്ടാ? പിന്നെ ഇതിന് മുകളിലുള്ള റൈസ് ആക്കണ്ടേ? കുറച്ച് ബാക്കിയുള്ള റൈസ്. എന്ത് കുറച്ച് ബാക്കിയുള്ള റൈസ്? അതെനിക്കോണേ ഒട്ടിപ്പിടിച്ച റൈസ് എടുക്കുന്നോളാട്ടാ. നമുക്ക് രണ്ടൊക്കെ ഇഷ്ടം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാം. ഇതിന്റെ ബാക്കിയല്ലോ ഇതിന്റെ മേലെ ഇട്ടെ. അത് വേണ്ട, അത് മതി. അധികം പുളിയായാൽ പുളിച്ച പോലെ ഉണ്ടാവില്ലേ? നല്ല നാമിയാക്കിയതാ. ചളിയല്ല, സത്യം നാമിയാക്കി. ഇതിന് നമ്മള് കുറച്ച് സമയം വെക്കാണ്ട് ഇന്നുവാ. നമുക്ക് ഈ മല്ലിയിലേനെ നമുക്ക് ഒരു ഡിസൈൻ പോലെ വെച്ചാലോ? അല്ല, ഒരു പൂവാക്ക്. എങ്ങനെ പൂവാക്കാം? കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഒരു ആക്കിട്ട് ഇങ്ങനെ മതില്ലേ? ഇത് ഇടിയും നിക്കട്ടെ. ഓക്കെല്ലേ? ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം? ദം ചെയ്യാം. ഓക്കെ, ദം ബിരിയാണിയെ റെഡി. ഞാൻ പറഞ്ഞില്ലേ ഇതെന്ത് സാധനം? ലാസ്റ്റ് ഉണ്ടായ ചോറ്. കുക്കറില് ബാക്കി ഉണ്ടായ ചോറ് അല്ലേ? അതെന്താ ഭയങ്കര ഇഷ്ടത്? അല്ല, എന്നാ ഇരുന്ന് എടുത്തിട്ട് അതോടെ ഇട്ട ഊഞ്ഞാലിരുന്നു. ബിരിയാണി ആവാനുള്ള സമയമില്ല. ഇത് നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. ദമ്മിങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. നല്ല ആവിയെല്ലാം വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ദമ്മ കൂടി വെച്ചിട്ട് നമുക്ക് തിന്നാം അല്ലേ? ഞാൻ പാപ്പ നോക്കട്ടെ വരുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ലേ? നമ്മള് കൂന്തൽ ബിരിയാണി ആക്കിട്ടില്ലേ? പാപ്പ വരുന്നില്ലേ? എന്നാ പിന്നെ ഓക്കെ. ഫുഡ് കഴിച്ചാ? കളിപ്പറമ്പ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കഴിച്ചാലോ? രാത്രി കൊടുക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുന്നു ഗൈസ്. കൂന്തൽ ബിരിയാണി നമുക്ക് തുറന്നു നോക്കിയേക്കാം. നമുക്കിപ്പോ തിന്നാൻ. അങ്ങനെ ആരാ ഉണ്ടാക്കിയ ബിരിയാണി? നമ്മൾ രണ്ടാളും ഉണ്ടാക്കിയ ബിരിയാണി. അപ്പൊ നമുക്ക് തിന്നോക്കാം അല്ലേ? അതിലുള്ള വരുന്നുണ്ടോ? മുന്തിരിയിലേക്കാ കണ്ടില്ലേ? മുന്തിരി നേരത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ഇതായിട്ടുണ്ടാവും. എണ്ണയിലിട്ട് പൊരിച്ചത് നേരത്തെ തിന്നിരുന്നല്ലോ. നാവുള്ളിയതും കൈയുള്ളിയതും. ജേഷു ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ മച്ചാനെ, സൂപ്പർ. കൂന്തല്, എന്റെ ക്യാരറ്റ്, ഞാൻ മുട്ട, തൈരുണ്ട്, കടിമങ്ങച്ചാറുണ്ട്, തൈര്, ചോറ്, കൂന്തല് എല്ലാം മിക്സ് ആക്കിട്ട് ഒരു സൂപ്പർ ഫീഡ്. അപ്പൊ ആൾക്കാർക്ക് ട്രൈ ചെയ്യാല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ബൈ.